ശബരിമലയിൽ സന്നിധാനത്തോളം പ്രാധാന്യം മാളികപ്പുറത്തിനുമുണ്ട്. മധുര മീനാക്ഷി ദേവിയുടെ സങ്കല്പത്തിൽ കുടികൊള്ളുന്ന മാളികപ്പുറത്തമ്മയും കൊച്ചുകടുത്ത സ്വാമിയും അയ്യപ്പന്റെ സമാധി സ്ഥാനമായി കണക്കാക്കുന്ന മണിമണ്ഡപവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശബരിമലയിലെത്താൻ മാലയിടുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും മാളികപ്പുറമെന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിന് വടക്ക് ഭാഗത്ത് 200 മീറ്റർ മാറിയാണ് മാളികപ്പുറം. ശബരീശ ദർശനത്തിന് ശേഷം ഭക്തർ മാളികപ്പുറത്തേക്ക് എത്തുന്നു. മധുര മീനാക്ഷി ദേവി സങ്കല്പത്തിലാണ് മാളികപ്പുറത്തമ്മയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പാണ്ഡ്യ പാരമ്പര്യമുള്ള പന്തളം രാജാവിൻ്റെ കുലദേവതയായ മധുര മീനാക്ഷി ഭഗവതിയെ അയ്യപ്പനൊപ്പം പ്രതിഷ്ഠിച്ചതായാണ് ഐതിഹ്യം. പന്തളം രാജാവിൻ്റെ കുലദേവതയായ മധുര മീനാക്ഷിയാണെന്നാണ് സങ്കല്പം. ദുർഗയായിട്ടാണ് പൂജാതി കാര്യങ്ങൾ. പിന്നെ രാവിലെ അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, ഉച്ചപൂജ, വൈകിട്ട് ദിവാരാധന, അത്താഴപൂജ, ഇതാണ് പതിവ്. പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും പ്രത്യേകിച്ച് റൂമിൽ വെച്ചിട്ട് ഭഗവതി സേവ നടക്കാറുണ്ട്. അതും ഇവിടെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ ദിവസവും ഭഗവതി സേവ നടക്കുന്നത്. വേറൊരു അമ്പലത്തിലുണ്ടാവില്ല, സീറ്റാക്കിയാൽ മാത്രമേ കഴിക്കൂ. അയ്യപ്പൻ്റെ തോഴനായിരുന്ന കൊച്ചുകടുത്ത സ്വാമിയും നാഗദേവതകളും നവഗ്രഹങ്ങളും മലദൈവങ്ങളും മാളികപ്പുറത്ത് ഉപദേവതകളായുണ്ട്. ശ്രീധർമ്മശാസ്താവിൻ്റെ സമാധിസ്ഥാനമായി കണക്കാക്കുന്ന മണിമണ്ഡപവും ഇവിടെയാണ്. മകരവിളക്കുത്സവം സമാപിച്ച ശേഷമുള്ള 4 ദിവസങ്ങളിൽ മണിമണ്ഡപത്തിൽ നിന്ന് നായാട്ടുവിളിയും 18-ാം പടി വരെ എഴുന്നള്ളിപ്പും നടക്കും. 5-ാം നാൾ വാദ്യമേളങ്ങളോടെ ശരംകുത്തി വരെ എഴുന്നള്ളിപ്പും തിരികെ മേളങ്ങളില്ലാതെ തീവെട്ടിയുടെ വെളിച്ചത്തിൽ മാത്രം ഭൂതഗണങ്ങളെ സന്നിധാനത്തേക്ക് ആനയിക്കുന്ന ചടങ്ങും നടക്കുന്നു. പിറ്റേന്ന് മാളികപ്പുറത്ത് കുരുതി ചടങ്ങുകൾ നടക്കുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാവും. മഞ്ഞളും സിന്ദൂരവും ഭസ്മവും മണക്കുന്ന മാളികപ്പുറം ഭക്തിയുടെ പൂർണ്ണത നൽകി ഓരോ ഭക്തനെയും മലയിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാളികപ്പുറത്ത് നിന്നും വിപിൻ വെൺപകലിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.